നമസ്കാരം. നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പച്ചൻ, ഗുരുവായൂർ ഗണ്ണൻ, എല്ലാം അറിയുന്ന ഗണ്ണൻ്റെ അവിടെ സ്വർണ്ണ ലോക്കറ്റ് എന്നും പറഞ്ഞ് മുക്കുപണ്ട ലോക്കറ്റ് കൊടുത്ത തട്ടിപ്പ്, ചിന്ന തട്ടിപ്പ്. അതേസമയത്ത് ഉത്തരേന്ത്യയിൽ കേദാർനാഥ് ക്ഷേത്രത്തില് ചിന്നതല്ലാത്ത തട്ടിപ്പ്. 228 കിലോഗ്രാം സ്വർണം ഷൂട്ടേ. എവിടെയൊന്നും കാണാനില്ല. അത് ബാഹ്യമായിട്ടൊരു ബലമില്ലാതെ ഒരു വസ്തു ചലിക്കില്ല. അതൊരു നിയമമാണ് കേട്ടോ. ഞാൻ തൃശ്ശൂരിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് MK മേനോൻ പറയാറുണ്ട്, ആരുടെ പുസ്തകം കണ്ട് അവിടെ നിന്ന് നടന്നു പോയത് എന്ന്. ഇന്നത് ഓർമ്മിക്കുക ആ മഹാൻ പറഞ്ഞിട്ടുള്ളത്. വേറൊരാളിനെ സമ്മർദ്ദമില്ലാതെ ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥ വിടില്ല, നടന്നു പോകില്ല. അപ്പോൾ 228 കിലോഗ്രാം സ്വർണം സ്വയം നടന്നു പോയതോ അതിനെ നടത്തിക്കൊണ്ടുപോയതോ വലിയൊരു ചോദ്യം അവശേഷിക്കുകയാണ് കേട്ടാ. ഇത് പറഞ്ഞതാരാണെന്നറിയോ? അച്ചിപ്പീച്ചി രാഷ്ട്രീയക്കാരല്ല, ജ്യോതിർമഠാധിപതി ശങ്കരാചാര്യര്, അവിമുക്തേശ്വരാനന്ദജി. ഇനി വരാൻ കിടക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങള്. ഇത് കേദാർനാഥ് ഉത്തരാഖണ്ഡില ഭരിക്കുന്നത് BJP-യാ. കാര്യം മനസ്സിലായല്ലോ. രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്നവരാ. എല്ലാവരും ചെയ്യുമല്ലോ, എല്ലാവരും ചെയ്യും. പക്ഷെ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി, ദാറ്റ് മീൻസ് BJP, അവരുടെ തട്ടിപ്പും വെട്ടിപ്പും അതിനൊരു മറയായിട്ട് അവർ കൊണ്ടു നടക്കുന്നത് ദൈവങ്ങളെയാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാ പിഹിതം മുഖം. ഹിരൺമയമായിട്ടുള്ള പാത്രം കൊണ്ട്, സ്വർണമയമായ പാത്രം കൊണ്ട് സത്യത്തെ മറച്ചു വെച്ചിരിക്കുകയാണെന്നൊരു ചൊല്ലുണ്ട് ഈശാവാസ്യത്തിൽ. ഈ കാണുന്നതും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ലോകത്തിൽ മതിമറന്ന മനുഷ്യൻ സത്യത്തെ കാണുന്നില്ല. ദൈവം സത്യത്തെ മറച്ചു വെച്ചിരിക്കുക ഈ ലോകത്തെ കൊണ്ട്, മനോഹര ലോകത്തെ കൊണ്ട്. അതുകൊണ്ടാണ് വയലാർ രാമമോഹൻ പാടിയത്, ഇനിയൊരു ജന്മം കൂടി തരൂന്ന് പാടിയത്. അങ്ങനെ ഇത് പോരാതാ പറയണത്. ഇവിടെ ദൈവത്തിനെ മറയാക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, പൊക്കി കാണിച്ചത്, ശിവന്റെ ഫോട്ടോ പൊക്കി കാണിച്ചത്. ഇതല്ലേ നിങ്ങളുടെ തൊഴിൽ? സത്യത്തെയും ശിവത്തെയും സുന്ദരത്തെയും അതിൻ്റെക്ക് അതിദേവതയായിട്ടുള്ള സുഖാവസ്ഥയുടെ അതിദേവതയായിട്ടുള്ള ശിവം എന്ന് പറഞ്ഞ അവസ്ഥയുടെ പെർസോണിഫൈ ചെയ്തുള്ള ഭാവമായിട്ടുള്ള ശിവന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് വെച്ചിട്ടല്ലേ നിങ്ങൾ കളിക്കുന്നത്? ഹിന്ദു ദൈവങ്ങളെ നാറ്റിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ അമ്പലങ്ങൾ കെട്ടി ഉയർത്തിയിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് വോട്ട് 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 എന്ന് പറയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ശ്രീരാമനെ മുൻനിർത്തിക്കൊണ്ട് വോട്ട്. ഇപ്പൊ കേദാർനാഥ് ക്ഷേത്രത്തിലെ ഭഗവാനെ കൊണ്ട് ഡൽഹിയിൽ ക്ഷേത്രം പണിത് അവിടെ തട്ടിപ്പിള്ള പരിപാടി. അതിനുവേണ്ടി ആദ്യം ചെയ്തതെന്താ അറിയാമോ? ക്ഷേത്രം പണിയാൻ വേണ്ടി ചെയ്ത കാര്യമാണ് കേട്ടോ. 228 കിലോഗ്രാം സ്വർണം പൊക്കി. 1/2 ഗ്രാം സ്വർണ്ണമൊക്കെ ആണെങ്കിൽ അറിയാതെ ഇതിങ്ങനെ കൊണ്ടിടാം, അതൊന്നും കുഴപ്പമില്ല, ആരും അറിയില്ല. ഇത് 228 കിലോഗ്രാം വലിയ തലച്ചുമടായിട്ട് അവിടുന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടമായിട്ടുള്ളൊരു പരിശ്രമം അതവിടെ നടന്നിട്ടുള്ളത്. ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സാധാരണക്കാരനാണ് പറയാം, അയാൾ കോൺഗ്രസ്സാ, അയാൾ സമാജ്വാദിയാ, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്താം. ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ ആരെന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ ഇവിടെ എല്ലാവരും പറയും, നീ ഒന്നും പണയണ്ട. കാരണം എന്താണ്? പറ്റിച്ചത്, തട്ടിപ്പ് പുറത്ത് വന്നു കഴിഞ്ഞു. പറഞ്ഞത് ശങ്കരാചാര്യരാ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യയും കുട്ടികളും നോക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? എന്നിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ബദ്രീനാഥ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യര് സ്വാമി അവിമുക്തേശ്വരാനന്ദജി അങ്ങനെയാണിത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇനി അതിനെ
ഡിഫെൻഡ് ചെയ്യാനും ഒഫൻഡ് ചെയ്യാനും ആരും നിന്നിട്ട് കാര്യമില്ല. ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുകയാണ്. ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം, കേദാർനാഥിൽ അതേപോലത്തെ അവിടുത്തെ കല്ലൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ആ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായിട്ട് ശങ്കരാചാര്യ രംഗത്തെത്തിയിട്ടുണ്ട്, പുരോഹിതന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് നല്ലൊരു ബിസിനസ്സാണ്. എവിടെയും പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം പണിയുക. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ പാട്ട് അതിനോട് ചേർത്ത് പാട്ടുകൾ പാടുക. ഗുരുവായൂർ പോയില്ലെങ്കിലും ഇവിടെ തൊഴുതാൽ മതി എന്ന് പറയുക. കുറച്ച് കഴിഞ്ഞ് പറയും ഇവിടെ തൊഴുതിട്ട് ഗുരുവായൂർ തൊഴുതിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുക. ഇതൊക്കെയും ചർക്കപ്പറക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കേദാർനാഥ് ക്ഷേത്രം, കേദാർനാഥ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റമാണ്. കേദാർനാഥ് ക്ഷേത്രത്തിന് കുറച്ചുകൂടി മേലോട്ട് പോയാൽ ചൈന കാണാം നമുക്ക്. മാത്രമല്ല അവിടെ ഒരു പർട്ടിക്കുലർ വഴിയുണ്ട്, അതിപ്പോ തുറന്നിട്ടുണ്ട്. കാട് പോലെ സ്ഥലമായിരുന്നു, അത് തുറന്നിട്ടുണ്ട്. അതിന്റെ അങ്ങേയറ്റത്ത് പോയിട്ട് അവിടെ ഒരു കുന്നുണ്ട്, അതിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈലാസം കാണാം. മേഘങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കൈലാസവും കാണാം, ഓം പർവ്വതവും കാണാം. ആ പർവ്വതത്തിന്റെ ഇടയിൽ മഞ്ഞ് വന്ന് വീഴുമ്പോൾ ഓം ആകൃതിയാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഓം ആകൃതി അത്രയും പരിശുദ്ധമാണ്, പരിപാവനമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവിടുന്ന് പുറപ്പെടുന്ന ഉറവകളിൽ ചൂടുവെള്ളം. അത് സാധാരണ ചൂടുവെള്ളമൊന്നുമല്ല, 40, 42, 43, 44 ഡിഗ്രി ചൂടുള്ള വെള്ളം. ചിലയിടങ്ങളിൽ 50, 60 ഡിഗ്രി ചൂടുള്ള വെള്ളം. അരിയിട്ട് വേവിക്കാന്നാ പറയുന്നത്, അവിടെ കഞ്ഞി ഉണ്ടാക്കാന്നാ പറയുന്നത് ആ വെള്ളത്തിന്. അത് ശുദ്ധമായിട്ടുള്ള വെള്ളം. അങ്ങനെ ഒരു സ്പിരിച്വൽ, ഒരു ഡിവൈൻ പ്ലേസ് ആണത്. നല്ല ഡിവിനിറ്റി ഉള്ളൊരു സ്ഥലമാണത് കേദാർനാഥ്. എല്ലാവർക്കും ആണ് പോവില്ല. ചതുർധാമത്തിൽ 1 കേദാർനാഥ്, ബദ്രീനാഥ്, യമുനോത്രി, ഗംഗോത്രിയും യമുനോത്രിയും കേദാർനാഥും ബദ്രീനാഥും. ആ കേദാർനാഥിനെ ക്ഷേത്രമാണ് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് ആനസ്തനസ്തനാക്കാൻ പോണത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കേദാർനാഥിലെ ശ്രീകോവിലിനുള്ളിൽ വെച്ചിരുന്ന 228 കിലോ സ്വർണം ആരോ മൂഞ്ചിച്ചു. എന്താ ഉറക്ക പറയാൻ പറ്റില്ലടോ, പതുക്കെ പറഞ്ഞാൽ മതി. എന്നാ മൂഞ്ചിച്ചു. അവിടെ ഭരിക്കുന്നത് ആരാ? BJP-ക്കാരാ. കേദാർനാഥ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ അരപ്പവനോ 1 പവനോ അല്ല, 228 കിലോഗ്രാം സ്വർണം കളവ് വേണമെങ്കിൽ അതിൻ്റെ പുറകിൽ സാധാരണക്കാരൊന്നും ആയിരിക്കില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയക്കാര് ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് അയോധ്യയിൽ നടന്നത്. അവിടെ പോയ സന്യാസി, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് കുറെ സ്പോൺസേഡ്, RSS സ്പോൺസേഡ് ചാമിയാർമാർ ഇവിടുന്നും പോയിട്ടുണ്ട്. എല്ലാം പുറത്തിരുന്നു. പ്രതിഷ്ഠ നടത്തിയത് ആരാ? ഇന്നലെ അച്ഛൻ മുത്തുപ്പറ്റ്. നരേന്ദ്രമോദി. അതിനകത്ത് വേറെ ആരെയും കയറ്റിയില്ല. ശങ്കരാചാര്യന്മാരെ ക്ഷണിക്കേണ്ട പോലെ ക്ഷണിച്ചില്ല, അവരും വന്നില്ല. ഇതൊക്കെ കാലചക്രം മേലോട്ടും താഴോട്ടും വരും. ഇപ്പൊ കൂട്ട അടിയാണ്. ഈ ചെയ്ത തെമ്മാടിത്തരത്തിന് മുഴുവൻ കൂട്ട അടിയാണ്. ഇപ്പോ പാർലമെന്റില് 2 വടിയും പിടിച്ചിട്ട് വേണം നടക്കാൻ. എല്ലാം കൊഴിഞ്ഞു വീണു. അംഗം ഗളിതം പരിതം മുണ്ടം ദശനം ഈനം ജാതം തുണ്ടം മൃദോയാതി ഗൃഹീത്വാദണ്ഡം. 2 ആളുകൾ താങ്ങി പിടിച്ചു വേണം അകത്തേക്ക് കൊണ്ടുവരാൻ. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ആ ഗതികളിൽ എത്തിച്ചു. അയോധ്യയിൽ തോൽപ്പിച്ചു. ഇപ്പൊ രാജ്യസഭയിലെ മെമ്പർഷിപ്പും കുറഞ്ഞുപോയി. അവിടെ ഇനി പ്രതിപക്ഷക്കാരുടെ കാല് പിടിക്കണം. ആ ഗതികളിൽ എത്തിച്ചു കാര്യങ്ങൾ. ദൈവത്തെ വെച്ച് കളിക്കുകയാണ് ചെയ്തത്. സംഘപരിവാറിന്റെ പ്രധാന പരിപാടി ദൈവത്തെ വെച്ചുകൊണ്ട് വോട്ടുണ്ടാക്കുക. കുറേയൊക്കെ അവർ വിജയിച്ചു, ദൈവം താഴോട്ട് പോകണം. പക്ഷേ കേരളത്തിലിപ്പോൾ അത് വിജയിച്ചുകൊണ്ടിരിക്കുക. കേരളീയർ പുറകോട്ടാണ് നടക്കുന്നത്, മുന്നോട്ടല്ല, പുറകോട്ടാണ് നടക്കുന്നത്. ഉത്തരേന്ത്യയിൽ അവർ കാർക്കിച്ചു തുപ്പിയ കഫം എടുത്ത് ഭുജിക്കുകയാണ് തൃശ്ശൂർക്കാർ. അതാണ് ഏറ്റവും വലിയ സങ്കടം. ശങ്കരാചാര്യരുടെ ബർത്ത് പ്ലേസ് ആണ് തൃശ്ശൂർ. ശങ്കരാചാര്യർക്ക് ബീജാപാപം ചെയ്തത്
തൃശ്ശൂർ വെച്ചാണ് ശിവഗുരുവും ആര്യാമ്പയും തൃശ്ശൂർ വടക്കുന്നാലിൽ വെച്ച. ഇനി വേറൊരു കാര്യം കൂടിയും പറയാം. ശങ്കരാചാര്യ സമാധിയായതും തൃശ്ശൂരിലാണ് സമാധിയായത്. സമാധി മണ്ഡപമുണ്ട് അവിടെ വടക്കുന്നാലിനകത്ത്. ശങ്കരാചാര്യ സമാധി മണ്ഡപമുണ്ട്. അപ്പോൾ അതെന്തോ ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആരാധനാലയങ്ങൾ അത് നടത്തേണ്ടത് ആരാ? ആരാധന സംബന്ധിയായിട്ടുള്ള, ആചാര സംബന്ധിയായിട്ടുള്ള, അനുഷ്ഠാന സംബന്ധിയായിട്ടുള്ള അതിൻ്റെ ആളുകൾ അത് നടക്കേണ്ടത്. വിപ്രന്മാർ, വിപ്രക്കുലീന കൃതസംസ്ക്രിയൗക സ്വതീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോധീദീക്ഷക ദക്ഷസ്തപസ്വി ഗുരുരാസ്തികോസ്തു, ഈ ഗുണങ്ങൾ മുഴുവനുള്ള ആളുകളാണ് അവിടെ പൂജ ചെയ്യേണ്ടത്. ആ ഗുണങ്ങൾ സമ്പാദിച്ചു വരിക ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, അല്ലാണ്ട് ജനിച്ചുകൊണ്ടൊന്നും ബ്രാഹ്മണനാവില്ല. അവിടെ നിന്നാണ് അത്തരം ആൾക്കാരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് എൻ്റെ പ്രകടനം 56 പ്രകടനം അവിടെ നടത്തിയത്. ഇപ്പം മറ്റൊന്നുകൂടി കെട്ടിയുണ്ടാക്കാൻ പോവാണ്. കേദാർനാഥ് ക്ഷേത്രത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നു. നമ്മൾ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു ഓവുചാലുണ്ടാക്കിയിട്ട് അതിൽ കൂടെ വരുന്ന മൂത്രം, അതാണ് ഗംഗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഗംഗയാണ്, അത് അവിടെ പോയി കാണണം. കേദാർനാഥ് എത്ര ഗുരുവായൂരപ്പ ക്ഷേത്രം കെട്ടിയുണ്ടാക്കി കഴിഞ്ഞാലും തൃശ്ശൂരിലെ ഗുരുവായൂർ മാത്രമല്ലേ ഗുരുവായൂര്. അതാണല്ലോ ശരിയായിട്ടുള്ള സങ്കല്പം, ഭക്തന്മാരുടെ സങ്കല്പം പറയുന്നത്. ഏതായാലും രാഷ്ട്രീയക്കാർക്ക് നേരെ കൂരം പയ്യച്ചിരിക്കുകയാണ് ശങ്കരാചാര്യര്. 12 ജ്യോതിർലിംഗങ്ങൾ, 12 ലിംഗങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങളാണ് ശിവപുരാണത്തിൽ. അതിൻ്റെ പേര് പറഞ്ഞിട്ട്, സ്ഥലം പറഞ്ഞിട്ട് സഹിതം ഗാനരൂപേണ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. സ്തോത്രമാണത്. അതിൽ കേദാർനാഥിൻ്റെ വിലാസം, കേദാർനാഥ് കുടികൊള്ളുന്നത്, എന്നും കുടികൊള്ളേണ്ടത് അത് ഹിമാലയത്തിലാണ്. അതെങ്ങനെയാണ് കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ നിർമ്മിക്കാൻ കഴിയുക? അത് യഥാർത്ഥ കേദാർനാഥിൻ്റെ ശവമല്ലേ ആവുള്ളൂ, മൃതദേഹമല്ലേ ആവുള്ളൂ? ഇതാണ് ശങ്കരാചാര്യ ചോദിക്കുന്നത്. കേദാർനാഥിൽ നടന്നത് കുംഭാഭിഷേകമല്ല, കുംഭകോണമാണ്. സ്വർണ്ണ കുംഭകോണമാണ്, സ്വർണ്ണ കുംഭാഭിഷേകമല്ല, സ്വർണ്ണ കുംഭകോണമാണ് നടന്നിട്ടുള്ളത്. ആ വിഷയം എല്ലാവരും മൂടി വെച്ചിരിക്കുക. TV ചാനലുകൾ പോലും പറയാൻ പേടിക്കുക. അവിടെ അഴിമതി നടത്തിയ ശേഷം ഇനി ഡൽഹിയിൽ ആ പൈസയും കൊണ്ടുവന്ന് ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പം അവിടെ നടത്തിയ തട്ടിപ്പ് പണം കൊണ്ട് ഇവിടെ വേറൊരു തട്ടിപ്പ്, അപ്പം ഡബിൾ ഇരട്ടി ശക്തിയിൽ വേറെ തട്ടിപ്പ്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ഭരിക്കുന്നവരുടെ ഒരു കരിയറായിട്ട് മാറിയിരിക്കുകയാണ്. 228 കിലോഗ്രാം സ്വർണം കേദാർനാഥ് നഷ്ടപ്പെട്ടിട്ട് ഇതുവരെ അന്വേഷണം പോലും തുടങ്ങിയിട്ടില്ല. കാരണം അവിടെ ഭരിക്കുന്നത് BJP ആണ്. ആയതുകൊണ്ട് തന്നെ BJPക്കാർ അന്വേഷണം നടത്തി, അവർക്കറിയാം ആരെയെ പിടിക്കേണ്ടി വരികയെന്ന്. ഞാൻ അവനിട്ട് എനിക്കൊരു അടി കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാവും അവസാനം കാര്യങ്ങൾ. അവനവൻ തന്നെ ചെന്ന് പെടും. അതിനാരും തയ്യാറാവില്ലോ. അതുകൊണ്ട് അന്വേഷണം വേണ്ട, കണ്ട മിണ്ടണ്ട, കൊണ്ടുപോയിക്കോട്ടെ, ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. 228 കിലോഗ്രാം സ്വർണം. ഇപ്പം പറയുന്നത് ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുമെന്നാണ്. അത് സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ശങ്കരാചാര്യർ. കഴിഞ്ഞ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം പാകിയതിൽ ഒക്കെ സ്വർണം പൂശിയിരിക്കുക. ശിലാവിഗ്രഹവും ദാരുശില്പവും മാത്രമേ പാടുള്ളൂ. നിയമമുള്ളവർ സ്വർണം പൂശാൻ പാടില്ല. അതെന്തോ ആവട്ടെ. 125 കോടിയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ട്. അവിടുത്തെ മുതിർന്ന പുരോഹിതനത് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് അറിയാവുന്നതുകൊണ്ട്. സ്വർണം എന്നുള്ള പേരിൽ പിച്ചളയാ ഉപയോഗിച്ചത്. ഇവിടെ ഗുരുവായൂർ ഗണ്ണൻ കാണാത്തൊരു കാര്യം ഇപ്പോൾ അവിടെ നടന്നിട്ടുണ്ട്. ലോക്കറ്റ്, പാവപ്പെട്ട എല്ലാവർക്കും ലോക്കറ്റ് കൊടുത്ത് വലിയ പൈസയും വാങ്ങിച്ചു വെച്ചു, സ്വർണ്ണ ലോക്കറ്റാന്ന് പറഞ്ഞ്. ഒരാൾ ഗതി കെട്ട സമയത്ത് ബാങ്കിൽ കൊണ്ട് പണയം വയ്ക്കാൻ പോയപ്പോൾ ഉരച്ചു നോക്കിയപ്പോൾ എന്താ? മുക്ക്. ഭക്തന്മാരെ മുക്കി. ഇപ്പം ആകെ പ്രശ്നമായിട്ട് നടക്കുകയാണ്. എല്ലാ ഭക്തന്മാരും ഇപ്പോൾ കൊണ്ടു കൊടുക്കും. അത് മുഖത്ത് വലിച്ചെറിയും. കൊടക്കട സ്വർണ്ണം എന്ന് പറയും. അവിടെ നടക്കാൻ പോണ കാര്യമാണ്. ഗുരുവായൂർ എല്ലാം അറിയുന്ന ഗുരുവായൂർ ഗണ്ണൻ ഇതറിഞ്ഞില്ല. ഏതായാലും ഇവിടെ അതേപോലെ തന്നെ സ്വർണം എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണം മേലെ ഇങ്ങനെ പൂശിയിരിക്കുക.
എന്നിട്ട് അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് 125 കോടിയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. പിച്ചളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ വേറൊരു കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരായിട്ട് പ്രതിഷേധം വിപുലപ്പെട്ട് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ശങ്കരാചാര്യരും അതിൽ കക്ഷി ചേർന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 10 ഡൽഹിയിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ശിലാസ്ഥാപനം മാത്രം അതിൻ്റെ ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട്, പുഷ്കർ സിംഗ് ധാമി പങ്കെടുത്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലുള്ള ബുരാരി അതിനൊരു സ്ഥലം അവിടെയുണ്ട്. അതിന് സമീപമുള്ള ഹിരങ്കി പ്രദേശത്ത ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെതിരെ കേദാർനാഥിലെ സർവ്വ പുരോഹിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞായറാഴ്ച ക്ഷേത്രത്തിന് മുമ്പിൽ ശ്രീകോവിലിൻ്റെ മുമ്പിൽ പുരോഹിതന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചു, ഉണ്ണാവ്രതം, ഉപവാസം സംഘടിപ്പിച്ചു. കേദാർ സഭയടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം നടന്നത്. ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ, അവിടുത്തെ പ്രധാന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പുറകിൽ ചരടുവടിയായിട്ട് നടക്കുന്ന പ്രധാനമന്ത്രി, അവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടുണ്ട്. അവിടെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിൽ ഡൽഹിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ എതിരിടുന്നതെന്ന് കേദാർ സഭയുടെ വക്താവ് പങ്കജ് ശുക്ല പറഞ്ഞു. പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ചോട്ടെ, അതിന് കേദാർനാഥ് ക്ഷേത്രം എന്ന് പേരിട്ടോട്ടെ. എന്നാൽ കേദാർനാഥിൽ അതേ രൂപത്തിൽ ഇനി നിങ്ങളാരും കേദാർനാഥിൽ പോകണ്ട, ഇവിടെ പോയാൽ മതി എന്നുള്ള ഭാവം വരത്തക്ക വിധത്തിൽ ക്ഷേത്രം പണിയുന്നത് ഞങ്ങൾ താമസിക്കൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും BJPയുടെ കാര്യം കഷ്ടത്തിലാണ് എല്ലാ രീതിയിലും. പണ്ട് ആരോട്ടോ പറഞ്ഞ പോലെ അച്ഛന് ഭയങ്കര ധൈര്യമാണ്, നിന്റെ അച്ഛന് ഭയങ്കര ധൈര്യം എന്നല്ലേ പറഞ്ഞു. അച്ഛന് ഭയങ്കര ധൈര്യം. എന്നിട്ടെന്താ ആന കണ്ടപ്പോൾ പേടിച്ച്? അതെന്ത് ചെയ്യാനാ? മുമ്പിലൊരു ആന, വലതുവശത്തൊരു ആന, ഇടതുവശത്തൊരു ആന, പിന്നിൽ നോക്കിയോ പിന്നിലും ആന. പിന്നെ എൻ്റെ അച്ഛൻ എന്ത് കാട്ടാന എന്ന് ചോദിച്ച പോലെയാണ് BJPയുടെ സ്ഥിതി. എല്ലായിടത്തുനിന്നും കല്ലേറ. രക്ഷപ്പെടാനാവില്ല കേട്ടോ, രക്ഷപ്പെടാനാവില്ല. രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നേരെ വിട്ടോ, ഗുഹയിലേക്ക് വിട്ടോ. അവിടെ ഒരു ഗുഹയ്ക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഹൈടെക് ഗുഹ കൈലാസത്തിൽ, മറ്റേ ഇവിടെ ഹിമാലയത്തിൽ, അങ്ങോട്ട് വിട്ടോ. അതാണ് നല്ലത്. അവിടെ ഒന്നും ആരും കല്ലെറിയില്ല. നമസ്കാരം.